ഈ വീഡിയോ കാണുന്ന എത്ര പേരുണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ പടത്തിന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ട് എത്ര നാളായി? നമ്മുടെ ആ ലാലേട്ടൻ്റെ എക്സ്പ്രഷനും ഫൈറ്റും എല്ലാം കണ്ട് സന്തോഷിച്ച് തിയേറ്ററിൽ നിന്ന് കാറി കൂവി ഇറങ്ങി വന്നിട്ട് എത്ര നാളായി? ബോളിവുഡ് സ്റ്റൈലിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ നാണ സ്റ്റൈലിലും മുണ്ടും മടക്കിയും ഫൈറ്റ് ഉണ്ട്. അതാണ് ഈ പടം. അത് ലാലേട്ടനും പൃഥ്വിരാജും കൂടി ഒരേ ഫ്രെയിമിൽ വരാൻ നേരത്തുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ തിയേറ്ററിൽ. നമസ്കാരം, മെട്രിക്സ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ L2E, നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ എമ്പുരാൻ്റെ ട്രെയിലറിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇത്രയും ക്യൂരിയോസിറ്റിയോടുകൂടി ഒരു ലാലേട്ടൻ പടം കാണാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്ന എത്ര പേരുണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ പടത്തിന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ട് എത്ര നാളായി? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ലാലേട്ടൻ്റെ പടം തുടങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ട് മനസ്സമാധാനത്തോടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ലാലേട്ടൻ്റെ എക്സ്പ്രഷനും ഫൈറ്റും എല്ലാം കണ്ട് സന്തോഷിച്ച് തിയേറ്ററിൽ നിന്ന് കാറി കൂവി ഇറങ്ങി വന്നിട്ട് എത്ര നാളായി? എന്നാൽ നമുക്ക് ഈ പടത്തോടുകൂടി നമുക്ക് വീണ്ടും അങ്ങനെ തന്നെ കൈയടിച്ച് ആഹ്ലാദിച്ചിറങ്ങി വരാമെന്നൊരു 100% ഗ്യാരണ്ടിയാണ് ഈ പടത്തിൻ്റെ ട്രെയിലർ ഇപ്പം പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ സംവിധായകൻ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ പടത്തിൻ്റെ മേക്കിംഗ് കാര്യങ്ങളും പറയേണ്ടതില്ല. ലൂസിഫർ എങ്ങനെയാണോ അതിൻ്റെ ഇരട്ടി ആയിരിക്കും ഈ പടത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന നടൻ ഇപ്പോൾ സംവിധായകനാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പറയാനായിട്ട് ഇതിൻ്റെ കഥ പിന്നെ ഡയലോഗ്സ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് മുരളി ഗോപിയാണ്. പുള്ളിയുടെ അറിയാമല്ലോ, പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ, അതുപോലെ തന്നെ ഗോകുലം ഗോപാലൻ സാർ ലാസ്റ്റ് വന്നു. പുള്ളി ഭയങ്കര സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സുഭാസ്കരൻ എന്ന് പറഞ്ഞൊരു ആളുടെ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാറിങ് വേറെ ആരുമല്ല, നമ്മുടെ ലാലേട്ടൻ സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ നിന്ന് ലൂസിഫർ ആകുന്ന നിമിഷം ഹോളിവുഡ് സ്റ്റൈലിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ നാണ സ്റ്റൈലിലും മുണ്ടും മടക്കിയും ഫൈറ്റ് ഉണ്ട്. അതാണ് ഈ പടം. ശരിക്കും പറഞ്ഞാൽ ഓളമായിരിക്കും, തിയേറ്ററിൽ നിന്ന് ഇളകി മറിയും. പൂരപ്പറമ്പ് ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പേ ലൂസിഫറിൽ പൂരപ്പറമ്പാണ് എങ്കിൽ പോലും അന്ന് 80 രൂപ ടിക്കറ്റിന്, ലൂസിഫറല്ല 2016 80 രൂപ ടിക്കറ്റിന് പുലിമുരുകൻ ഉണ്ടാക്കിയ ഒരു ഓളം അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ടില്ല. കയ്യടിക്കാനേ സമയം ഉണ്ടായുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതുപോലെ കയ്യടിക്കാനുള്ള ഒരു പടമായിരിക്കും എമ്പുരാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മാത്രമല്ല, ലാലേട്ടൻ ഇഷ്ടപ്പെടുന്നവരും സിനിമ ഇഷ്ടപ്പെടുന്നവരും എല്ലാം അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഒരു പടം കണ്ടിട്ട് കൈയടിച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ഇറങ്ങി വരിക, അതാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മളിപ്പം 100 150 രൂപ ടിക്കറ്റ് എന്ന് പറയൂലേ, ആ ടിക്കറ്റിനൊരു വാല്യൂ കൊടുത്താണ് ഇവർ പടം ചെയ്യുന്നത്. ഇപ്പോൾ പൃഥ്വിരാജാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഈ പടത്തിന് ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, അതുപോലെ തന്നെ കാസ്റ്റ്, ക്രൂ, എല്ലാ പ്രൊഡക്ഷൻ എല്ലാം നമ്മുടെ നിന്ന് വാങ്ങുന്ന ഒരു പൈസയ്ക്കൊരു വാല്യൂ അവർ കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പടമായിരിക്കും എമ്പുരാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സിനിമാറ്റോഗ്രാഫി, അത് എടുത്തു വച്ചിരിക്കുന്ന രീതി, കാര്യങ്ങൾ, ഓരോ ഷോട്ട് സുജിത് വാസുദേവാണ്, ഒന്നും പറയാനില്ല. കിഡിലം. പിന്നെ മ്യൂസിക് ദീപക് ദേവാണ്. അനിരുദ്ധിനെ പോലെ തന്നെ, അനിരുദ്ധൊന്നും വേണ്ട ഇവിടെ, മലയാളത്തിൽ അനിരുദ്ധും വേണ്ട, ദീപക് ദേവ് ചെയ്യും. നരൻ എന്ന് പറഞ്ഞ പടം കണ്ടിട്ടില്ല നമ്മൾ? എന്തായിരുന്നു 2005 ദീപക് ദേവ്. പുള്ളിയുടെ പടമൊക്കെ വേറെ ലെവലാണ്. അതായത് പുള്ളി മ്യൂസിക് ചില മൈന്യൂട്ടായിട്ടുള്ള ചെറിയ സാധനങ്ങളൊക്കെ അടിക്കുള്ളൂ, അതുപോലെ നല്ല സോങ്സ് ഉണ്ടാവും. അതാണ് ദീപക് ദേവേട്ടൻ്റെ ഒരു പ്രത്യേകത. പിന്നെ 27-ാം തീയതിയാണ് പടം ഇറങ്ങുന്നത്. ഇതിൻ്റെ സുരാജേട്ടൻ വരുന്നുണ്ട്, ടൊവിനോ, മഞ്ജു വാര്യർ, അതുപോലെ തന്നെ പൃഥ്വിരാജ് തന്നെ ഒരു കിട്ടിലൻ റോളാണ് ചെയ്യുന്നത്. അത് ലാലേട്ടനും പൃഥ്വിരാജും കൂടി ഒരേ ഫ്രെയിമിൽ വരാൻ നേരത്തുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തിയേറ്ററിൽ ഒരു രക്ഷയും കാണില്ല, കയ്യടി ഉണ്ട്. പിന്നെ നമ്മുടെ ഒരാളുണ്ട്, ഇന്ദ്രജിത്തിൻ്റെ അത് സെക്കൻഡ് പാർട്ട്, അതായത് ലൂസിഫറിൽ വേറെ ലെവലാണെങ്കിലും എമ്പുരാനിൽ പുള്ളി കുറച്ച്
ഫോട്ടോഗ്രാഫിയുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. മറ്റേത് പുള്ളി തുടക്കം തന്നെ പുള്ളിയാണല്ലോ. ഇന്ദ്രജിത്ത് കിഡിലനൊരു ആക്ടറാണ് ഇന്ദ്രജിത്ത്. അത് ഈ പടത്തിൽ രണ്ടാമത്തെ ഇതിൽ വേറെ ലെവലായിരിക്കും. പിന്നെ നൈല ഉഷ തുടങ്ങിയൊരു വമ്പൻ താരനിര തന്നെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ലാലേട്ടൻ, പൃഥ്വിരാജ്, ടൊവിനോ, ഇത്രയും പേരായി, പിന്നെ ഇന്ദ്രജിത്ത്, ഇത്രയും പേരിലായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കിഡിലും പടമായിരിക്കും ലാലേട്ടൻ്റെ. എനിക്ക് തോന്നുന്നു 2025 ആദ്യത്തെ ലാലേട്ടൻ്റെ ഹിറ്റായിരിക്കും. മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ വേറൊന്നുമില്ല, 27-ാം തീയതി FDFS കഴിഞ്ഞ് കാണാം. അതുവരെ ബൈ ഫ്രം ജീവേഷ്.